രാജ്യരാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ ഇടിമുഴക്കങ്ങളായ പല മുദ്രാവാക്യങ്ങളിൽ ഒരു മുദ്രാവാക്യം കർണാടകയിൽ ആഞ്ഞു മുഴങ്ങിയിട്ട് നൂറ്റാണ്ടൊന്നുമായിട്ടില്ല. കേവലം 45 വർഷങ്ങൾക്ക് മുൻപാണ്. ഏക് ഷർണി സൗലങ്കൂർ ചിക്മംഗ്ലൂർ ഭായ് ചിക്മംഗ്ലൂർ എന്നൊരായിരങ്ങൾ തൊണ്ടകീറി തീപിടിച്ചൊരു മുദ്രാവാക്യം അങ്ങേയറ്റം അസാധ്യം എന്ന് കരുതിയിരുന്ന ഒരു വല്ലാത്ത വഴിത്തിരിവിന്റെ എരമ്പലായി മാറിയതാണ്. അന്ന് അടിയന്തരാവസ്ഥയുടെ പ്രേതം സർവ്വസംഹാര രൂപിയായി കോൺഗ്രസിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയ കാലം. അക്കാലം അത്രയും പാർട്ടിയെ കോട്ടകെട്ടിക്കാത്ത യുപിയിൽ ബീഹാറിൽ കോൺഗ്രസിന്റെ സീറ്റെണ്ണം വട്ടപൂജ്യം. റായ്ബറേലിയിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി തോൽക്കുന്നു 55,000 വോട്ടുകൾക്ക്. അമേഠിയിൽ സഞ്ജയ് ഗാന്ധി 75,000-ലധികം വോട്ടുകൾക്ക് പരാജയ പടുകുഴിയിൽ. ഇപ്പോൾ കേൾക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു മുദ്രാവാക്യത്തിന്റെ കാർബൺ കോപ്പി പോലെ ചത്തുമലച്ചൊരു പ്രത്യയശാസ്ത്രം ആറടി മണ്ണിൽ അടക്കിക്കൂടെ എന്നൊരു പരിഹാസ മുറവിളി കേട്ട മുടിഞ്ഞൊരു കാലമാണ്. എല്ലാം തകർന്ന് പ്രതീക്ഷയറ്റ പ്രവർത്തക വിഷാദത്തിലേക്കാണ് ചിക്മംഗ്ലൂരുവിൽ ഇന്നലെ പറന്നിറങ്ങിയതും കൊടുങ്കാറ്റായതും ആസേതു ഹിമാചലമാ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയതുമൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഗ്രാൻഡ് നറേറ്റീവുകളിൽ ആവേശത്തിന്റെ തലപ്പൊക്കം. ചരിത്രാവർത്തനങ്ങൾ ശീലമാക്കിയൊരു മഹാരാജ്യത്ത് മാറ്റത്തിന്റെ മാറ്റൊലി കേൾക്കുന്നുണ്ടോ എന്ന് കർണാടകയിലേക്ക് സാഗൂതം കാതോർക്കുന്നുണ്ടൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി. അതേ 70കളുടെ ഒടുവിൽ കർണാടകയിൽ പാർട്ടിയുടെ പര്യായം ദേവരാജ അരസ് കോൺഗ്രസ് വിട്ടപ്പോൾ വീണുപോകാതിരിക്കാൻ അതേ ഇന്ദിരയെടുത്ത് വളർത്തിയ യുവരക്തങ്ങൾ ഒന്നിന്റെ പേര് ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ. ആദ്യ പോരാട്ടത്തിൽ നേർക്കുനേർ സാക്ഷാൽ ദേവഗൌഡ. ദാവീദും ഗോലിയാത്തും കളിയിൽ കേവലം 23കാരന്റെ ചോരത്തിളപ്പിൽ ഗൌഡ അന്നേ വിറച്ചു വീഴാനൊരുങ്ങിയതാണ്. അന്ന് മുതൽ ഇന്നു വരെ സോണിയാഗാന്ധിയോട് സംസാരിച്ച് മുഖമൊന്നു വാടാതെ സിദ്ധരാമയ്യയുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന DK ശിവകുമാറിന്റെ കോശങ്ങൾ ഓരോന്നും കോൺഗ്രസ് ആണ്. പാർട്ടിയാണ് പ്രാണവായു. ധർമാധർമ്മ രാഷ്ട്രീയത്തിന്റെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ റാഞ്ചപ്പെട്ട MLA-മാരുള്ള റിസോർട്ടിന് മുന്നിൽ പെരുമഴയത്തൊരു കുടയും പിടിച്ച അയാൾ കാവലിരുന്നത് സ്വേച്ഛക്കല്ലത് പാർട്ടിയുടെ ആത്മാഭിമാനം കാക്കാനാണ്. വർഗീയ ബജരംഗങ്ങളെ നിരോധിക്കുമെന്നൊരു പൊള്ളുന്ന മുദ്രാവാക്യം ആർജവത്തിലുയർത്തി എതിരാളിയുടെ മടയിൽ കയറിയ വജ്രമൂർച്ചയുള്ള മേധാശക്തി DK ആണെങ്കിൽ കന്നഡ മണ്ണിൽ ശിവകുമാറിന്റെ അധികാരവാഴ്ച അങ്ങേയറ്റം ആധികാരികം. നടത്തിയ അസംഖ്യം പരിശോധനകൾ, അന്വേഷണ ഏജൻസികളുടെ നിതാന്ത വേട്ടയ്ക്ക്, ഇടംവലം കാക്കിപ്പട വലിച്ചിഴച്ച അപമാനത്തിന്, 100-ൽ പരം ദിവസങ്ങളിലെ തടവറയുറക്കത്തിന് രാഷ്ട്രീയ പകയുടെ ലാഞ്ചനയുണ്ടെങ്കിൽ എതിരാളികൾ ഭയക്കണം. പുതിയ മുഖ്യമന്ത്രിയുടെ അധികാരമേറൽ മാത്രമല്ല, ശ്രീകണ്ഠീരവയിൽ ആരവത്തോടെ തുടങ്ങാൻ പോകുന്നു ഒന്നും മറക്കാത്ത കനക്പുരിയിലെ കരിമ്പാറയുടെ ശിവതാണ്ഡവകാലം.